ആർക്കും ഇത് വരരുത്. അത് മാത്രം എന്റെ വിധി. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. എനിക്ക് ഞാനൊന്നാൾ അനുഭവിച്ചു. ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഒരു ലോകത്തിൽ ഒരാൾക്കും ഇനി വിധി കൊടുക്കരുത് ഭഗവാൻ. അത് ആദ്യം ഉണ്ടാകാൻ പാടില്ല. ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു വിധി. എൻ്റെ മോൻ വളരെ പാവായി പോയി. എൻ്റെ മോൻ വളരെ പാവായി പോയി. അതാണ് ഇതൊക്കെ ചെയ്തത് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് കിടത്താൻ എൻ്റെ കുട്ടീനെ വിടൂലേ. അവനെന്തോ പേടിച്ചു പോയി. അത്രയും പാവാണ് എൻ്റെ കുട്ടി. ഇന്ന് വരയ്ക്ക് ഒരു പെണ്ണിനോട് ഒരാളോട് ഒരു മുഖം കറുപ്പിച്ച് ചീത്തത്തരത്തിലൊരു വർത്താനം എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല. ഈ 41 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരക്കും ഇന്നറിയണൊരു കുടുംബക്കാരും എൻ്റെ വീട്ടിലറിയ എൻ്റെ അമ്പലത്തിലുള്ള ആൾക്കാരെല്ലാവരും പറയും കന്യൻ്റെ മോൻ നല്ലൊരു മോനാണ്. എല്ലാം കൊണ്ട് എൻ്റെ മോൻ നല്ല സുന്ദരനും നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണെന്ന് എൻ്റെ മോനെ കൊണ്ട് പറയുള്ളൂ എല്ലാവരും. ആരും എൻ്റെ മോനെ കൊണ്ട് അറിയണ ഒരു കാരെക്കൊണ്ട് എൻ്റെ മോനെ അറിയണ ആരും എന്നെ കൊണ്ട് നന്മത് മാത്രമേ എൻ്റെ മോനക്കൊണ്ട് നന്മ മാത്രമേ പറയുള്ളൂ. ഇനി ഒരിക്കൽ ഒരമ്മക്ക് അച്ഛനും ഇത് വരരുതേ. എന്റെ അച്ഛനൊരമ്മക്ക് കണ്ടെത്താൻ വരെ അത് വേണം. അതിന് നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. അതിനെല്ലാവരും കുറച്ച് പ്രായക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞോളൂ. എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാതാക്കി. അവളെ കണ്ടെത്താൻ ഉള്ള എല്ലാ സഹകരണങ്ങളും വേണം. എന്നിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ അവളെ ഒരു ഇതായിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനൊന്നും കഴിയണില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും പോയി ഒരൊറ്റ പൈതലുള്ളൂ. ഈ പൈതല് മാത്രമേ ഞങ്ങളെ നോക്കാനുള്ളൂ. അതിനെളുപ്പം കൊണ്ടുപോയത്.